ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം RTO ഓഫീസിലെ ജീവനക്കാർ അധിക മണിക്കൂർ ജോലി ചെയ്ത് പ്രതിഷേധിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പിലെ ജോയിന്റ് RTO തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ അനുപാതത്തിൽ സർക്കാർ നടത്തിയ മാറ്റത്തിനെതിരെ കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം RTO ഓഫീസിലെ ജീവനക്കാർ അധിക മണിക്കൂർ ജോലി ചെയ്ത് പ്രതിഷേധിച്ചു. ഓഫീസ് സമയം കഴിഞ്ഞിട്ടും രാത്രി 8 മണി വരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടായിരുന്നു പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ജോയിന്റ് RTO പ്രൊമോഷനിൽ സാങ്കേതിക വിഭാഗത്തിനും മിനിസ്റ്റീരിയൽ വിഭാഗത്തിനുമിടയിൽ ദീർഘകാലമായി നിലവിലുണ്ടായിരുന്ന 2:1 എന്ന അനുപാതം 8:1 മാറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വകുപ്പ് രൂപീകരിച്ച് 65 വർഷമായി നിലനിന്നിരുന്ന ന്യായമായ അനുപാതം തകർത്തുള്ള ഈ തീരുമാനം മിനിസ്റ്റീരിയൽ വിഭാഗത്തിലെ ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണെന്നാണ് ജീവനക്കാരുടെ ആരോപണം. 8:1 എന്ന പുതിയ അനുപാതം പിൻവലിക്കണം, മിനിസ്റ്റീരിയൽ ജീവനക്കാർക്കായി നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പോലീസ് പരിശീലനം ഒഴിവാക്കണം, പ്രൊമോഷൻ സാധ്യതകൾ ഉറപ്പാക്കണം, മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ ആവശ്യമായ പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം എന്നിവയായിരുന്നു അസോസിയേഷൻ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ. ഓർഡർ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ജീവനക്കാർ പറഞ്ഞു. അപ്പോൾ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നലെ 5 മണി തൊട്ട് 8 മണി വരെ അധിക നേരം ജോലി ചെയ്തിട്ട് സമരം ചെയ്തത്. ഞങ്ങളുടെ പ്രൊമോഷൻ റേഷ്യോ 2:1 ആയിരുന്നു. അതായത് ടെക്നിക്കലുകാർ 2 പേര് പ്രൊമോഷൻ ആകുമ്പോൾ ഞങ്ങൾ മിനിസ്റ്റീരിയലുകാർ ഒരാൾ പ്രൊമോഷൻ ആവും. അതിനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിച്ചിട്ട് 8:1 ആക്കി മാറ്റിയിരിക്കുകയാണ്. അതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ മിനിസ്റ്റീരിയൽ ജീവനക്കാരും അതിൽ 65% സ്ത്രീ ജനങ്ങളാണുള്ളത്. ഞങ്ങളെല്ലാവരും വീട്ടിലൊന്നും പോകാതെ 8 മണി വരെ ഇവിടെ ഇരുന്ന് ഓഫീസിലിരുന്ന് ജോലി ചെയ്ത് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പ്രതിഷേധം ഞങ്ങളുടെ അസോസിയേഷൻ എന്താ പറയുന്നത് വെച്ചാൽ അങ്ങനെ അനിശ്ചിതകാല സമരമാണെങ്കിൽ അതിനും ഞങ്ങൾ റെഡിയാണ്. ഇത് എങ്ങനെയെങ്കിലും ഈ ഓർഡർ മരവിപ്പിക്കണം.